ഇപ്പോൾ ഈ ശ്രീധരൻ പറയുന്നത് അതിവേഗ പാത എന്ന് പറയുന്നത് ചെറിയ ദൂരങ്ങളെ കണക്ട് ചെയ്യാനാണ്. അതാണ് താൻ ഉദ്ദേശിച്ചത്. പക്ഷേ സർക്കാർ ഇപ്പോൾ കേരളത്തിന് പകരമായി അതിവേഗ പാത എന്ന തെറ്റിദ്ധാരണയിലാണ് എന്നുള്ളതാണ്. എന്താണിപ്പോൾ ഈ ശ്രീധരൻ വിശദീകരിക്കുന്നത് മനസ്സിലാക്കേണ്ടത്. സർക്കാരും ഈ ശ്രീധരനും കൂടി ഒരിക്കൽ കൂടി തർക്കത്തിലേക്ക് അല്ലെങ്കിൽ പോരിലേക്ക് പോകുന്ന രൂപത്തിൽ വാക്യുദ്ധത്തിലേക്ക് പോകുന്നതാണോ ഇനി കാണുന്നത്? സ്മൃതി, സർക്കാർ പറഞ്ഞ RRTS എന്ന റെയിൽപാതയും ഈ ശ്രീധരൻ പറയുന്ന അതിവേഗ റെയിൽപാതയും രണ്ടാണ് എന്ന് കൃത്യമായി ഈ ശ്രീധരൻ പറയുകയാണ്. സർക്കാർ പറയുന്ന റീജിയണൽ RRTS എന്ന റെയിൽപാത പ്രായോഗികമല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതിന് പറയുന്ന കാര്യം നഗരത്തിൽ നിന്ന് ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും വേണ്ടിയാണ് മീററ്റ് ടു ഡൽഹി RRTS പ്രോജക്റ്റ് ഉള്ളത്. ആ പ്രോജക്റ്റ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഏതാണ്ട് 583 കിലോമീറ്ററിൽ ഒരേ സമയം ഓടിക്കാൻ പറ്റുന്നതല്ല ഈ RRTS എന്നതാണ് അദ്ദേഹം പറയുന്ന കാര്യം. ഉദാഹരണമായി വർക്കല ടു തിരുവനന്തപുരം, കൊട്ടാരക്കര ടു തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം ടു തിരുവനന്തപുരം RRTS പ്രായോഗികമാണ്. പക്ഷേ തിരുവനന്തപുരം ടു കാസർഗോഡ് എന്നത് പ്രായോഗികമല്ല, അത് നടക്കാനേ പോകുന്നില്ല എന്ന് അദ്ദേഹം ഞാനൊരു ടെക്നോക്രാറ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ കാര്യം അറിയാവുന്ന ആളെന്ന നിലയിൽ കൂടിയാണ് പറയുന്നതെന്ന് ഈ ശ്രീധരൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇതിൽ സർക്കാർ കൊണ്ടുവന്ന RRTSഉം ഈ ശ്രീധരൻ പറയുന്ന ഹൈസ്പീഡ് റെയിൽ തമ്മിൽ പലതരത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. മന്ത്രിസഭാ തീരുമാനമെടുത്തപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റിൽ പറയുന്നത് 20% ഫണ്ട് സർക്കാർ, കേന്ദ്ര സർക്കാർ 20%, സംസ്ഥാന സർക്കാർ 60% വായ്പ എടുക്കുക എന്നതാണ്. പക്ഷേ ഈ ശ്രീധരൻ പറയുന്ന പ്രോജക്റ്റിൽ 30% സംസ്ഥാന സർക്കാരും 30% കേന്ദ്ര സർക്കാരും 40% വായ്പയും എന്ന തരത്തിലായിരുന്നു. ഇതിൽ തന്നെ ആദ്യത്തെ ഒരു ബേസിക് പ്ലാനിൽ തന്നെ വ്യത്യാസമുണ്ട്. ഈ ശ്രീധരൻ്റെ അതിവേഗ റെയിൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ടു കണ്ണൂർ വരെയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്ന RRTS തിരുവനന്തപുരം ടു കാസർഗോഡ് ആണ് എന്ന് മാത്രമല്ല, അത് 4 റീച്ചിലേ നടക്കൂ. ആദ്യം തിരുവനന്തപുരം ടു തൃശ്ശൂർ, പിന്നീട് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 2ാം ഘട്ടം, കോഴിക്കോട് ടു കണ്ണൂർ 3ാം ഘട്ടം, കണ്ണൂർ ടു കാസർഗോഡ് 4ാം ഘട്ടം എന്ന തരത്തിലാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും നടക്കില്ല എന്ന് ഈ ശ്രീധരൻ പറയുന്നു എന്ന് മാത്രമല്ല, ഇത് രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് എന്നൊരു ആരോപണം കൂടി ഈ ശ്രീധരൻ നടത്തുന്നു. ഒരു തർക്കം കൂടി ഉടലെടുക്കുകയാണ് ഇപ്പോൾ കേരളയുമായി ബന്ധപ്പെട്ട്. ഇവിടുത്തെ റെയിൽ മന്ത്രി, റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി അബ്ദുറഹ്മാനും ഇപ്പോൾ ശ്രീധരനെതിരെ പ്രതികരണം നടത്തി കഴിഞ്ഞു. വിനീത വേണുവിലേക്ക്. വിനീത, ഞാൻ ഉദ്ദേശിച്ച RRTS അല്ല, നിങ്ങളുടെ RRTS എന്നാണോ ഇപ്പോൾ ഈ ശ്രീധരൻ പറയുന്നത്? സ്മൃതി, ഇത് വളരെ സിമ്പിളായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ദില്ലിയിലുള്ള RRTS സബർബൻ പദ്ധതി ഉണ്ടല്ലോ, അതാണ് ഈ ശ്രീധരൻ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ കഴിയുന്ന RRTS പദ്ധതി എന്ന് പറയുന്നത് അതാണ്. അതായത് ഒരു നഗര കേന്ദ്രീകൃതമായ സ്ഥലവും ഒരു റൂറൽ ഏരിയയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള റെയിൽ സർവീസിനാണ് RRTS എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കേരളം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പറയുന്ന പദ്ധതി അത് RRTSൽ ഉൾപ്പെടില്ല, അതൊരു മണ്ടൻ പദ്ധതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ഈ ശ്രീധരൻ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇപ്പോൾ പ്രഖ്യാപിച്ച തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ എന്ന രീതിയിലുള്ള പദ്ധതിക്ക് സാങ്കേതികമായി തന്നെ കേന്ദ്ര അനുമതി ലഭിക്കില്ല, അത് RRTSൽ പെടില്ല എന്നതാണ് ഈ ശ്രീധരൻ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ താൻ പറഞ്ഞത് അതിവേഗ റെയിലാണ്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചതാണ്, ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതാണ്, ആ ഘട്ടത്തിൽ പിന്തുണ നൽകാമെന്ന് പറഞ്ഞതാണ്. കേരളത്തിന് ബദൽ എന്ന മട്ടിലാണ് ഇത്തരത്തിലൊരു പദ്ധതി അവതരിപ്പിക്കാൻ തീരുമാനിച്ചതും അതിൽ കേന്ദ്രമന്ത്രിയുമായി ഉൾപ്പെടെയൊക്കെ സംസാരിച്ചതുമാണ്. എന്നാൽ ഇപ്പോൾ 10 മാസത്തിന് ശേഷം യാതൊരു പ്രതികരണവുമില്ലാതെ ഇപ്പോൾ RRTSുമായി വന്നത് ഒരു സർപ്രൈസായി തനിക്ക് എന്നതാണ് ഈ ശ്രീധരൻ പറയുന്നത്. അതായത് അതിവേഗ റെയിൽ അതും ഈ RRTSും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ഈ ശ്രീധരൻ പറയുകയും ചെയ്യുന്നു. മാത്രമല്ല റെയിൽ പദ്ധതിക്ക് തുരങ്കം വെച്ചത് താനാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ശരിയല്ല. മുഖ്യമന്ത്രി എന്തുദ്ദേശത്തോടെയാണ് അത്തരം പ്രസ്താവനകൾ നടത്തിയത് എന്ന് അറിയില്ല എന്ന് കൂടി ഈ ശ്രീധരൻ പറയുമ്പോൾ കൃത്യമാണ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തിടുക്കത്തിൽ അതിവേഗ റെയിൽ എന്ന പ്രഖ്യാപനം വരുന്നതിന് മുൻപേ കേരളത്തിൻ്റെതായ ഒരു പദ്ധതി അവതരിപ്പിക്കാനുള്ള ശ്രമം, അതാണ് RRTS എന്ന രീതിയിൽ വന്നത്. അത് ശരിയായിരുന്നില്ല, അതില്ലെങ്കിൽ അതിന് കേന്ദ്ര അനുമതി ലഭിക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്നും കൂടിയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഏതായാലും ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തർക്കങ്ങൾ അത് മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടും അതിന് അനുമതി കിട്ടിയിരുന്നില്ല. പിന്നീട് ഇതാ ഇപ്പോൾ അതിവേഗ റെയിൽ RRTS ഇതിലെ തർക്കവും തുടരുകയാണ്. അതിവേഗ റെയിലിന് സംസ്ഥാനം സഹകരിച്ചില്ലെങ്കിൽ കേന്ദ്രം അതിന്റെ വഴികൾ നോക്കും. ഏതായാലും DPRുമായി താൻ മുന്നോട്ട് പോകുന്നു. അതിവേഗ റെയിലിന് മാത്രമാണ് അനുമതി കിട്ടാൻ സാധ്യത എന്നാണ് ഈ ശ്രീധരൻ പറയുന്നത്. അപ്പോൾ ഇനി സർക്കാർ നിലപാട് എന്താണ് എന്നുകൂടി നമുക്കറിയണം. സ്മൃതി.
ശരി, വിനീത വേണുവും റഹീസ് റഷീദുമാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാരിന്റെ പദ്ധതി എന്തായാലും സാങ്കേതികമായി പ്രായോഗികമല്ല എന്നാണ് ഈ ശ്രീധരൻ വിശദീകരിക്കുന്നത്.